ഞാനിങ്ങനെ എല്ലാ ദിവസവും 6:30 എണീക്കാറില്ല കേട്ടോ. അന്നത്തെ ദിവസം 6:30 എണീച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്നാൽ രാവിലെ എണീച്ചല്ലേ വെച്ചിട്ട് വീഡിയോ എടുത്തതാണ്. എണീച്ച ഉടനെ ജനലിങ്ങനെ തുറന്ന് നോക്കും കേട്ടോ. ജനൽ തുറന്ന് നോക്കിയപ്പോൾ എല്ലാവരും പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം നടക്കാൻ വേണ്ടി തിരിച്ച് വരണമായിരുന്നു കേട്ടോ കണ്ടത്. പിന്നെ ഞങ്ങൾ പല്ലൊക്കെ തേച്ചു. ഞാൻ മാത്രമേ എണീച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ പല്ലൊക്കെ തേച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കോഴി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ചവറ കൂട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കണമായിരുന്നു കേട്ടോ. ഭയങ്കര അലമ്പാണ് ഈ കോഴികളെ കൊണ്ടിട്ട്. അതിന് കളിക്കാൻ വേണ്ടിയിട്ട് 10 എന്തോ വാങ്ങിച്ചതാണ് വാപ്പി. ഇപ്പോൾ എല്ലാവരും വളർന്ന് കുറേ പേരൊക്കെ പോയി. ആകെ ഇപ്പോൾ 3 പേരുള്ളൂ. പിന്നെ രാവിലെ എണീച്ച് ചായ കുടിച്ചതിന് ശേഷം മുറ്റടിക്കാൻ വേണ്ടി പോയിട്ടാ. അന്ന് രാവിലെ എണീച്ചുകൊണ്ടാണ് മുറ്റടിക്കണം. അങ്ങനെ അല്ലെങ്കിൽ എല്ലാ ദിവസവും രാവിലെ ഒന്നല്ല അടിക്കാറ്. വൈകുന്നേരം ഞാൻ ഓഫീസിൽ വിട്ട് വന്നിട്ടേക്ക് മുറ്റടിക്കാറ് കേട്ടോ. പിന്നെ നേരെ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴേക്കും കിച്ചണിൽ കയറിയിട്ടുണ്ടായിരുന്നു. വെള്ളയിൽ പോയി കേട്ടോ. അന്ന് തലേ ദിവസത്തെ മാവ് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ടാണ് വെള്ളയപ്പം ഉണ്ടാക്കിയത്. പിന്നെ വെള്ളയപ്പത്തിനുള്ള മുട്ടക്കറി ഉണ്ടാക്കി. പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ലഞ്ച് കൊണ്ടുപോകാനുള്ളത് ഫുഡ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബീട്രൂട്ടൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. അവിടെ ആരും കഴിക്കൂല ബീട്രൂട്ടൊന്നും. അയിനൂനും ഞാതുവിനായിരുന്നു ആ റെഡ് പാത്രത്തിൽ ഏറ്റവും കുറവ് ക്വാണ്ടിറ്റി വെച്ചത് ഞാതുവിനായിരുന്നു കേട്ടോ. ഞാതും വാപ്പിയൊന്നും അങ്ങനെ അധികം കഴിക്കില്ല. അയിനും ഒന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിഷ്ടമാണ് ബീട്രൂട്ട് കഴിക്കാൻ. പക്ഷേ ആരും കഴിക്കാത്തതുകൊണ്ടാണ് എനിക്ക് മടി. ഒരാൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ ഭയങ്കര മടിയാണ്. പിന്നെ അതേ പാക്കിങ് കേട്ടോ. എനിക്കുള്ള ഫുഡും അതിനുള്ള ഫുഡൊക്കെ ആയിട്ട് പാക്ക് ചെയ്യണം. അതിന് ഇപ്പോൾ ഈ സഞ്ചിയിലാണ് കൊടുത്തു വിടുന്നത് കേട്ടോ. അതിനോട് കയറി പോയിട്ട് ഓരോ മാസം 2 ബാഗ് വെച്ചിട്ടൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് ബാഗ് വാങ്ങിക്കൽ നിർത്തിയിട്ട് ഇതാകുമ്പോൾ അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ കുറേ നാളായിട്ട് ഇത് മാറ്റിയിട്ടില്ല. പിന്നെ അതിനുള്ള ഫുഡൊക്കെ എടുത്ത് വെക്കണം. ഫുഡ് എടുത്ത് വെച്ച് പാലിൻ്റെയും വെള്ളത്തിൻ്റെയൊക്കെ ബോട്ടിലുണ്ടത്. രണ്ടിൻ്റെയും ക്യാപ്പ് കൊണ്ട് കളഞ്ഞത് കൊണ്ടിട്ട് അങ്ങനെ തന്നെയാണ് കൊടുത്തു വിടണേ കേട്ടോ. പിന്നെ അതിനൊരു എഗ്ഗും വെക്കും എല്ലാ ദിവസവും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഇത് തലേ ദിവസം ഉണ്ടാക്കിയ മണി ബോക്സ് ആയിരുന്നു കേട്ടോ. നമ്മുടെ കുടുക്കിയില്ലേ അതൊരു കേക്കിൻ്റെ ബോക്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഈ 30,000 രൂപയുടെ ആയിരുന്നു കേട്ടോ ടോട്ടൽ. എല്ലാം കട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും വെട്ടി കഴിയുമ്പോഴേക്കും 30,000 രൂപ ഉണ്ടാവും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കിയതാണ്. ഇടുമെന്നൊന്നും അറിയില്ല. ഫസ്റ്റ് ദിവസം തന്നെ ഒരു 100 രൂപ അത് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോകണമായിരുന്നു കേട്ടോ. കുളിച്ച് കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് സെൽഫ് കെയർ ഒക്കെ ഉണ്ട്. കുറച്ച് ദിവസമായിട്ട് ഫേസിൽ ഭയങ്കര കുരു വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് ഇത് ഡോക്ടർ തന്ന മോയ്സ്ചറൈസറും സൺസ്ക്രീനൊക്കെ ആയിരുന്നു കേട്ടോ. എനിക്ക് വെയിലുണ്ട് കഴിഞ്ഞാൽ കുരു വരുന്ന ഒരു അസുഖമുണ്ട്. അപ്പോൾ അതുകൊണ്ട് സൺസ്ക്രീൻ ഇടാതെ പോകണോണ്ടാണ് അങ്ങനെ കുരു വരണമെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ കുരു കൂടിക്കൊണ്ടിരിക്കുന്നതാണ്. ചൂട് കൂടുന്നതോറും എൻ്റെ മുഖത്ത് കുരു കൂടും. ഇനിയിപ്പോൾ ഒരു മഴക്കാലമൊക്കെ വരണത് കുറയണമെങ്കിൽ. ഞാൻ കറക്റ്റ് 9 മണിക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ നിന്ന്. സാധാരണ ഞാനും അതും കൂടി പോയിട്ട് അതിനൂനെ ഡേ കെയറിലാക്കിയിട്ട് തിരിച്ച് ഞാൻ അതിനെ വീട്ടിലാക്കിയിട്ട് വേണം ഓഫീസിലോട്ട് വരാൻ വേണ്ടിയിട്ട്. അന്നത്തെ ദിവസം ഞാൻ അതും അതിനൊന്നും എഴുന്നേറ്റിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ട് ആക്കിക്കോളാം. എണീക്കുന്ന സമയത്ത് ഞാൻ അതും ആക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് 9 മണിക്ക് ഇറങ്ങിയിട്ട് പോകുന്നത്. 9 മണിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ കറക്റ്റ് 9:30 അവിടെ എത്തുകയും ചെയ്യും. അപ്പോൾ നല്ലൊരു ടൈമാണ് ആ ടൈമിൽ. പക്ഷേ അതിനൂനാക്കി വരുമ്പോഴേക്കും ഞാൻ മിക്ക ദിവസം ലേറ്റ് ആവാറുണ്ട്. പിന്നെ രാവിലെ തന്നെ വണ്ടിയൊക്കെ തുടച്ചിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. പോണ വഴിക്ക് കുഞ്ഞാപ്പിനെ കണ്ട് കുറച്ച് നേരം സംസാരിച്ചൊക്കെ എന്നിട്ടാണ് ഞാൻ ഓഫീസിലെത്തിയത്. ഫുഡ് കഴിച്ചിട്ടാണ് പിന്നെ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്.